ചതിയുടെ ഈ കാലത്ത് ഒരു ഗുരു യഥാർത്ഥ ഗുരുവാണോ എന്നറിയാൻ എന്ത് മാർഗമാണുള്ളത്? സാധകൻ്റെ കോമൺ സെൻസിന് ഏറ്റവും പ്രാധാന്യം നൽകുന്നവനാണ് യഥാർത്ഥ ഗുരു. സാധകൻ്റെ കോമൺ സെൻസിന് ഏറ്റവും പ്രാധാന്യം നൽകുന്നവനാണ് യഥാർത്ഥ ഗുരു. അയാൾ ആത്മാർത്ഥമായ ചോദ്യങ്ങളെ തിരിച്ചറിഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. അത് എത്ര മണ്ടത്തരമായാൽ പോലും, എത്ര നിലവാരമില്ലാത്തതായാൽ പോലും. കാരണം ശിഷ്യൻ്റെ ഒരു നോട്ടത്തിൽ പോലും ശിഷ്യനെ പരിവർത്തനം ചെയ്യാനുള്ള അവസരം അയാൾ തേടുന്നു. ആ ശ്രദ്ധ ഏറെ വിലപ്പെട്ടതാണ്. എന്നാൽ കപട ഗുരുക്കന്മാർ ദേഷ്യപ്പെടുന്നു. ശിഷ്യൻ്റെ ഒരു നോട്ടത്തിൽ പോലും ശിഷ്യനെ പരിവർത്തനം ചെയ്യാനുള്ള അവസരം തേടുന്നു. ആ ശ്രദ്ധ ഏറെ വിലപ്പെട്ടതാണ്. എന്നാൽ കപട ഗുരുക്കന്മാർ ദേഷ്യപ്പെടുന്നു. ചോദ്യങ്ങൾ ഇവിടെ സ്വീകരിക്കപ്പെടുന്നില്ല. വെറും വില കുറഞ്ഞ ഉറച്ച വിശ്വാസങ്ങളിലാണ് അയാൾ ശ്രദ്ധിപ്പിക്കുന്നത്. അതോടെ ശിഷ്യൻ കോമൺ സെൻസ് നശിച്ച വെറും ഷണ്ടനായി മാറിക്കഴിഞ്ഞു. അയാളുടെ ഉപകരണമായി ആത്മാഭിമാനം നഷ്ടപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു. ഭയം കീഴടക്കി കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ഗുരുവിനെ അല്പമെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് എന്നത് ഉറപ്പാണ്. ഗുരുവിനെ സ്നേഹിക്കുകയാണ് വേണ്ടത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം ഭയക്കാതെ സ്നേഹിക്കാൻ കഴിയുന്ന ഒന്നും വേണ്ടാത്ത ഗുരുക്കന്മാരെ കിട്ടിയതാണ്. ഇതറിയാൻ നാം ഉപനിഷത്തും ഭഗവത്ഗീതയും മനസ്സിലാക്കി വായിക്കേണ്ടിയിരിക്കുന്നു. അവിടെയെല്ലാം നാം കാണുന്നത് ഭയന്ന് ഭാവിയിലെ ഏതോ ഒരു സാധനത്തിൻ്റെ നേട്ടത്തിനായി ദാസ്യവേല ചെയ്യുന്ന ശിഷ്യ ശിരോമണിയെയല്ല. അർജുനൻ നമ്മുടെയും ഒരു സാധ്യതയാണ്. അയാൾക്കിപ്പോൾ കാര്യങ്ങൾ അറിയണം. ഗുരുവായ കൃഷ്ണൻ്റെ സംബോധന തന്നെ എപ്പോഴും മോട്ടിവേഷണലാണ്. മഹാബാഹോ പരന്തപധീര എന്നിങ്ങനെ. പക്ഷേ പല ഗുരുക്കന്മാരുടെ മുഖത്തും ഇന്ന് നാം കാണുന്നത് എന്താണ്? കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇത്രയും പേജുകൾ കാണാപ്പാടം പഠിച്ച് എന്നോട് വേണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ട് മിണ്ടാതെ വിശ്വാസത്തോടെ ഭക്തിയോടെ കുറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഭാവം. ഏത് സാധനയ്ക്കും അതിൻ്റെ പ്രായോഗികതയാണ് പ്രാധാന്യം നൽകുന്നത്. ഏറ്റവും നല്ല സാധനയെന്ന പേരുകെട്ട ശ്രീവിദ്യാസാധനയിൽ പോലും വ്യക്തമായ പ്രായോഗിക അറിവുകൾ സമയാസമയങ്ങളിൽ കിട്ടിയില്ലെങ്കിൽ സാധകർ വളരുക ഒച്ചിടയുന്ന വേഗത്തിലാകും. മരണത്തിനു മുമ്പ് സംഭവിക്കേണ്ട മുക്തി സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരാളിൻ്റെ അസ്തിത്വത്തിൽ സമൂല പരിവർത്തനം സംഭവിക്കേണ്ടിയിരിക്കുന്നു. അത് നടക്കാത്തപ്പോൾ എളുപ്പത്തിൽ ആളുകൾ വേദാന്തം പറഞ്ഞ് രക്ഷപ്പെടുന്നു. എല്ലാം ഒന്നല്ലേ എന്ന്. ഇപ്പോൾ ഓഷിയെയും ബുദ്ധനെയും വെറുതെ അനുകരിക്കുന്നു. അവർ പറയും, ഇവിടെ ഒരു ബോധോദയവും നേടാനില്ല, ആരും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുമില്ല, അല്ലെങ്കിൽ നാം ബോധത്തെ അഥവാ കോൺഷ്യസ്നെസ്സിനെ ജസ്റ്റ് അറിയുക മാത്രമേ വേണ്ടൂ. ആഹാ, എന്തെളുപ്പം! മുക്തനായല്ലോ. സാധനയും ശുദ്ധീകരണവും ഒന്നും വേണ്ടല്ലോ. ഊർജങ്ങളുടെ ചക്രഭേദനവും മറ്റും പഴങ്കഥയായല്ലോ. ചാവുന്നത് വരെ തിന്നുക, കുടിക്കുക, മതിക്കുക എന്ന പഴയ ചാർവാക സിദ്ധാന്തം തന്നെ മഹാന്മാരായ ഓഷോയെയും രമണ മഹർഷിയെയും കരുവാക്കി വേഷം മാറി വീണ്ടും വന്നിരിക്കുകയല്ലേ. അത്തരക്കാരറിയുക, നിങ്ങൾ ആസക്തനായ ഒട്ടും തന്നെ മാന്യതയില്ലാത്തൊരു പമ്പര വെട്ടി മാത്രമാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ഈഗോയെ വീണ്ടും വളർത്തിയിരിക്കുന്നു. അവിടെ ബോധത്തെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പരമാത്മാവിനെ വ്യഭിചരിച്ചിരിക്കുന്നു. തിരിച്ചടി കഴുത്തതായിരിക്കും. പ്രപഞ്ചത്തിൻ്റെ കള്ളത്തരങ്ങളാൽ നഷ്ടപ്പെട്ട വ്യക്തത വീണ്ടെടുത്തുകൊണ്ട് ബാഹ്യഗുരുവിൻ്റെ സഹായത്തോടെ സ്വന്തം ഗുരു തത്വത്തിൻ്റെ ആക്ടിവേഷനിലൂടെ തിരിച്ചറിവിൻ്റെ ഉറപ്പുകൾ കൂടി വരാൻ വേഗത്തിൽ സാധിക്കുമ്പോഴാണ് ഒരുവൻ യഥാർത്ഥ ശിഷ്യനും ഗുരുവുമൊക്കെയാകുന്നത്. പരമാനന്ദത്തിൻ്റെ പാതയിൽ ഒരിക്കലെങ്കിലും യഥാർത്ഥത്തിൽ തിരിഞ്ഞു നോക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ അത്തരക്കാരാണ്. മെനക്കെടേണ്ടിയിരിക്കുന്നു. ഒറ്റയ്ക്ക് മെനക്കെട്ടാലും നടന്നേക്കാം. എന്നാൽ എന്തു കളഞ്ഞിട്ടും ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും അനുഭവസ്ഥരെ തെറ്റാതെ കണ്ടുപിടിക്കുന്നവർ ഭാഗ്യവാന്മാർ. അനുഭവസ്ഥർക്ക് മറ്റു സാധകരുടെ പുസ്തക വിജ്ഞാനത്തിൽ നീന്തലിൽ നിന്ന് മാത്രം ബോധം ലഭിക്കുമെന്ന് കരുതുന്ന വൃഥാശ്രമത്തിൽ നിന്ന് ഒരുപാട് സമയം സേവ് ചെയ്തു തരാൻ കഴിയും. കാരണം 1 കോടി ഗ്രന്ഥങ്ങൾ മൗനത്തിൽ ഉത്തരമായി സന്നിവേശിപ്പിച്ചയാളാണ് ജീവനോടെ മുന്നിലിരിക്കുന്ന അനുഭവസ്ഥനായ ഒരു ഋഷി അല്ലെങ്കിൽ ബുദ്ധൻ. ഈഗോ കൊണ്ട് ആ അവസരത്തെ കണ്ടില്ലെന്ന് നടിച്ചാൽ നഷ്ടം അയാൾക്കല്ലെന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഗുരു ഒരു വാതിലാണ്. അത് പ്രപഞ്ചഗുരുവായ ബ്രഹ്മം തന്നെ. ഓരോ ഗുരുവും ഇന്ദ്രിയങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിത്വത്തെ ഇല്ലായ്മ ചെയ്തവരാകയാൽ അവർ ശുദ്ധബോധം തന്നെ. ആദ്യം ശിഷ്യൻ ഗുരുവിൻ്റെ ശരീരമാകെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുക. ഈ ഘട്ടത്തിൽ ശിഷ്യൻ്റെ അഹം മരണഭയത്താൽ നിരവധി സൂത്രപ്പണികൾ കാണിക്കുന്നു. ഗുരുവെന്നാൽ മരണമെന്ന് അർത്ഥമുണ്ട്. അയാൾ അവൻ്റെ ഈഗോയെ നിഷ്കരണം കൊല്ലുന്നു. അവിടെ 2 മാർഗങ്ങളേയുള്ളൂ. ചിലപ്പോൾ ഓടിപ്പോകും, ചിലർ ഗുരുവിനെ തന്നെ കൊല്ലും. എന്നാൽ ഉറച്ചു നിൽക്കുന്നവൻ ക്രമേണ ആ ശരീരമില്ലായ്മയെ വാക്കുകൾക്കിടയിലെ മൗനത്തിലൂടെ അനുഭവിക്കാൻ തുടങ്ങുന്നു. അതിലൂടെയും ആ ബ്രഹ്മത്തെയും. പിന്നെ മൗനം മാത്രം. അപ്പോൾ ആ ഗുരുവിൻ്റെ ശരീരം മരിച്ചാലും മറ്റുള്ള ഗുരുക്കന്മാരും സ്വന്തം ഗുരുവും തമ്മിൽ ഒരു വ്യത്യാസവും തോന്നുകയില്ല.
കാരണം ഗുരുവിനോടുള്ള ശിഷ്യൻ്റെ അവസാന ഈഗോയും പോയി.